സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആരാകും മുഖ്യമന്ത്രി? കോൺഗ്രസിൽ ചർച്ച സജീവം. നിരീക്ഷകരെ ഇന്ന് തന്നെ തീരുമാനിക്കും. വിസ്മയ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയാകുവാൻ കോൺഗ്രസിൽ ആർക്ക് നറുക്കു വീഴുമെന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ. നിരീക്ഷകരെ ഇന്ന് തന്നെ തീരുമാനിക്കും. ഓൺലൈൻ യോഗം ചേരുവാനും സാധ്യത. നിയമസഭാ കക്ഷിയോഗത്തിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കെ.സി. വേണുഗോപാൽ. ഘടകകക്ഷികളെ കൂടെ നിർത്തി വി.ഡി. സതീശൻ വിഭാഗവും അനുഭവ പരിചയം പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശ്രമം നടത്തുന്നുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് ഓപ്പോസിഷൻ മീഡിയ എന്നാക്കി. മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ റോളിലെത്തുമോ എന്നതിൽ സസ്പെൻസ്. നാളെ ചേരുന്ന CPIM നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാലാണ് പരിഗണനയിൽ. ഇതിനിടെ മാധ്യമപ്രവർത്തകർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് മാറ്റി. CMO മീഡിയ എന്നത് ഓപ്പോസിഷൻ മീഡിയ എന്നാക്കി മാറ്റി. ഗ്രൂപ്പിന്റെ പേര് മാറ്റിയെങ്കിലും DPയിൽ പിണറായി വിജയന്റെ ചിത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴുത്തിന് നല്ല പോലെ കൊടുത്തു, അവൾ ചത്തു കഴിഞ്ഞാൽ നോക്കാം. ബംഗളൂരുവിൽ മലയാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായി 47-കാരി, തലച്ചോറിന് ഗുരുതര പരിക്ക്. ബംഗളൂരുവിൽ മലയാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായ 47-കാരി അതീവ ഗുരുതരാവസ്ഥയിലാണ്. വാടാനപ്പള്ളി സ്വദേശിനിയായ സുനിതയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന മലയാളി ദീപക് കൃഷ്ണനാണ് അതിക്രൂരമായി സുനിതയെ മർദ്ദിച്ചത്. സുനിതയെ താൻ ആക്രമിച്ചു എന്ന് ദീപക് കൃഷ്ണൻ സമ്മതിക്കുന്ന ഓഡിയോ സന്ദേശം മാധ്യമങ്ങൾക്ക് ലഭിച്ചു. അവളുടെ കഴുത്തിന് നല്ല പോലെ കൊടുത്തിട്ടുണ്ട്, ചത്തു കഴിഞ്ഞാൽ നോക്കാം എന്നായിരുന്നു ദീപകിന്റെ ഓഡിയോ സന്ദേശം. തലച്ചോറിന് ഗുരുതര പരിക്കേറ്റ സുനിത അബോധാവസ്ഥയിൽ ആയെന്നും ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതായി സുനിതയുടെ ഭർത്താവ് സെന്റോ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹിയിലെത്തിയ കെ.സി. വേണുഗോപാലിന് പ്രവർത്തകരുടെ വൻ സ്വീകരണം. ഖാർഗെയുടെ വസതിയിൽ നിർണായക യോഗം. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾക്കിടെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിൽ നിർണായക യോഗം. യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ കെ.സി. വേണുഗോപാലിന് ഡൽഹി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് കെ.സി. വേണുഗോപാൽ ഡൽഹിയിലെ വസതിയിൽ എത്തുന്നത്. NDAയിൽ ചേർന്നിട്ട് ഗുണമുണ്ടായില്ല. 2020 ശക്തമായി തിരിച്ചുവരും സാബു M. ജേക്കബ്. NDAയിൽ ചേർന്നതിന്റെ ഗുണം ലഭിച്ചില്ലെന്ന് 2020 പ്രസിഡന്റ് സാബു M. ജേക്കബ്. കിട്ടേണ്ട വോട്ടിൽ കുറവുണ്ടായി. 2020 NDAയുടെ ഭാഗമായതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചുവെന്നും സാബു M. ജേക്കബ് പറഞ്ഞു. UDF തരംഗമല്ല, LDF വിരുദ്ധ തരംഗമാണ് ഉണ്ടായത്. പിണറായി വിജയനെതിരായ വികാരം കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. 3 സീറ്റുകൾ കരസ്ഥമാക്കി നേട്ടമുണ്ടാക്കി എന്നാണ് വിശ്വാസം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രാജിവെക്കില്ല, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റിട്ടില്ല. കൌണ്ടിംഗ് സെന്ററുകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടു, മമതാ ബാനർജി. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJPക്കെതിരെ ഗുരുതര ആരോപണവുമായി മമതാ ബാനർജി. കൌണ്ടിംഗ് സെന്ററുകൾ ഹൈജാക്ക് ചെയ്തെന്നും CRPF കേന്ദ്രത്തിന്റെ ഗുണ്ടാ സംഘമായി പ്രവർത്തിച്ചെന്നും മമതാ ബാനർജി ആരോപിച്ചു. രാജിവെക്കില്ല, ലോക് ഭവനിലേക്ക് പോവില്ലെന്നും രാജി ആവശ്യം ഉയരുന്നില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. പിണറായിയുടെ ഏകാധിപത്യത്തിനുള്ള മറുപടിയാണ് ലഭിച്ചത്. ഭരണവിരുദ്ധ വികാരം വോട്ടായി KK രമ. ഭരണവിരുദ്ധ വികാരത്തിലുണ്ടായ കനത്ത തിരിച്ചടിയാണ് CPIMന് ലഭിച്ചതെന്ന് KK രമ. പാർട്ടി എന്നാൽ ഏകാധിപതിയല്ല എന്ന തിരിച്ചറിവാണ് ജനങ്ങൾ CPIMന് നൽകിയത്. തളിപ്പറമ്പ്, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, ഉദുമ എന്നിവിടങ്ങളിൽ CPIM വോട്ടുകൾ ചോർന്നത് ഇതിനുള്ള തെളിവെന്നും KK രമ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.